പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ അവസ്ഥയില്, പാപാവസ്ഥയില്, ഉപേക്ഷകളിലൊക്കെ ജീവിച്ചു പോയ അനേകം പേരുണ്ട്. കർത്താവേ, എല്ലാവരുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവരും ഞങ്ങളുടെ തലമുറയും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനു വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളൊക്കെ ശക്തമായ പ്രാർത്ഥനയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബവൃക്ഷത്തെ, തലമുറയെ, മരിച്ചുപോയവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് വലിയ കരുണയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ. കർത്താവിന്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് വളരണം എന്നുള്ളത് ഈശോയുടെ ആഗ്രഹം. അതിനുവേണ്ടി ആ ജീവൻ നൽകാൻ വേണ്ടി ഈശോ വന്നേ. ആ ജീവൻ നൽകുന്ന കുരിശുമരണത്തിലൂടെ കർത്താവ് നൽകുന്ന കൃപകള് കൂദാശകളില് കർത്താവ് നിറച്ചു വച്ചിട്ടുണ്ട്. മാമോദിസ മുതല് രോഗീലേപനം വരെ 7 കൂദാശകളിലൂടെ ഈ കൃപ നൽകിക്കൊണ്ട് തിരുസഭയിലൂടെ നമ്മുടെ ദേവാലയങ്ങളിലൂടെ ആ കൃപ ചൊരിയണം. പക്ഷെ അനേകം മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവര് കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കില്ല, കുമ്പസാരിക്കത്തില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല, ദേവാലയത്തിന് ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണില്ല. മാമോദിസ കൊടുക്കുന്നത് പോലും ചിലപ്പോഴെങ്കിലും മദ്യം വെച്ച് വിളമ്പി ചൈതന്യം നഷ്ടപ്പെടുത്തി കൂദാശകൾ അതിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം അനുഭവങ്ങൾ മക്കള് നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. നമ്മളതിനുവേണ്ടി പ്രത്യേകം മാപ്പിയോഗ്യം. ദൈവിക നിന്ദയാണത്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, കൂദാശകൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ജീവിച്ച് മരിച്ചു പോയവര്, നമ്മുടെ അവരിലൂടെയൊക്കെ ആ കൃപ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ലഭിക്കേണ്ടതായിരുന്നു. അത് ലഭിക്കാതെ പോയത് നമ്മുടെ കുടുംബത്തില് നഷ്ടമാണ്, വലിയൊരു വിടവാണ്, ഒരു ശൂന്യതയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഈ തിരിച്ചറിവില്ലാതെ പോയി. നമുക്ക് ഈ തിരിച്ചറിവ് കർത്താവ് തന്നു, നന്ദി പറയാം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറിയാതെ വന്നു പോയ, തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ ഈ ഒരു അറിവില്ലാതെ പോയതിന്റെ പേരില് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവർക്ക് ലഭിക്കാവുന്ന കൃപകൾ അവർക്ക് മാത്രമല്ല, അവരിലൂടെ നമുക്കറിയാം. നമ്മുടെ മാതാപിതാക്കള് പള്ളിയിൽ പോയി കൂദാശകൾ സ്വീകരിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് പോകുമ്പോ അവരിലൂടെ ആ ഒരു കൃപ, ഒരു അഭിഷേകം, ദൈവത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ സഹായം നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കും കിട്ടും. നമ്മൾ അറിയണം, നമ്മളത് ചെയ്യണം കേട്ടോ. കൂദാശകൾ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. ഇത് നമുക്ക്, നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറയ്ക്കും വരും തലമുറകൾക്കും ഒത്തിരി ദൈവാനുഗ്രഹവും കൃപയും ശക്തിയും ചൈതന്യവും സംരക്ഷണവും കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മേഖലയിൽ വന്ന് പോയ വീഴ്ചകൾ, കുറവുകൾ, ഉപേക്ഷകൾ, പ്രവൃത്തിയുള്ള പാപം മാത്രമല്ലല്ലോ മക്കളെ, ഉപേക്ഷയുള്ള പാപം അത് ഏറെയാണ് നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട്
സ്വീകരിക്കാമായിരുന്ന കൃപകൾ സ്വീകരിച്ചില്ല. വലിയൊരു ഉപേക്ഷയാണ്. നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും തലമുറയും ഒക്കെ ഇതൊക്കെ മനസ്സിലാക്കി കൂടുതൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മേഖല വന്നുപോയ വീഴ്ചകളുടെ മേൽ കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നദ്ധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹമാണ് അങ്ങയുടെ മനുഷ്യാവതാരം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഞങ്ങൾക്ക് ജീവൻ നൽകാനും ഞങ്ങളെ രക്ഷിക്കാനും വേണ്ടിയാണ്. ആ കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതകൾ നിറച്ചു വെച്ചുകൊണ്ട് കുദാശകളിലൂടെ കർത്താവെ, അങ്ങ് ഞങ്ങളെ ഒത്തിരിയേറെ കൃപയിലും ജീവനിലും വളർത്തുവാൻ അനുഗ്രഹിച്ചു. എന്നാൽ കർത്താവെ, കുദാശ സ്വീകരിക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ, ദേവാലയ ബന്ധമില്ലാതെ ജീവിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ആ വലിയ ഭാഗ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോ കർത്താവെ, അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മേൽ ചൊരിയണമേ. അങ്ങ് സൗജന്യദാനമായി നൽകിയ ഉദാശകള്, ആ ജീവന്റെ സമൃദ്ധി അങ്ങയുടെ കൃപാവരത്തോട് സഹകരിച്ച് ആ കൃപയ്ക്ക് മേൽ കൃപയിൽ വളരാതെ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ചിലപ്പോഴെങ്കിലും അറിവില്ലായ്മ കൊണ്ടാണ് കർത്താവെ, അതിന്റെ മഹത്വം അറിയാതെ പോയത് കൊണ്ടാണ് കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങള്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബാംഗങ്ങള് കുദാശകളെ വിലമതിച്ച് യോഗ്യതയോടെ കുദാശകളെ പരിക്രമം ചെയ്ത് അങ്ങയുടെ കൃപയോട് സഹകരിച്ച് അങ്ങയുടെ രക്ഷ സ്വന്തമാക്കി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ആ അറിവ്, ആ ജ്ഞാനം, ആ ഒരു തിരിച്ചറിവ് കർത്താവേ നൽകണം. അതിനു വേണ്ടിയുള്ള ദാഹം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയ ബന്ധമില്ലാതെ, കുദാശ ബന്ധമില്ലാതെ, കുടുംബ പ്രാർത്ഥന പോലുമില്ലാതെ ജീവിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരോട് മാപ്പ് ചോദിക്കാം. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ പോയവര്, ചിലപ്പോഴെങ്കിലും നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന പോലെ കമ്മ്യൂണിസവും പൈശാചികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ പോയവര് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ. എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവേ, അങ്ങയുടെ ദിവസനായ ഈശോമിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേക കർത്താവേ, അങ്ങ് നൽകുന്ന സൗജന്യമായ കൃപയും ജീവനും കുദാശകൾ സ്വീകരിക്കാതെ മർദ്ദനിച്ചു നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബവും നമ്മൾ ജീവിച്ചിരിക്കുന്ന മക്കളും കുദാശകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മേഖലയിൽ വന്നുപോയ വീഴ്ചകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിന്റെ മേല്, തലമുറകളുടെ മേല് കരുണയായിരിക്കണമേ. ആശീർവാദത്തിലൂടെ ഞങ്ങളത് ഇന്നൊക്കെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുദീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ കൃപകളും ജീവന സമൃദ്ധി ഞങ്ങൾക്ക് നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, തലമുറയെ, കുടുംബവൃക്ഷത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന സമൃദ്ധി നൽകുന്ന കർത്താവേ, ഉദാശയിലൂടെ ലഭിക്കേണ്ട കൃപ ലഭിക്കാതെ പോയ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക്, കുടുംബ വൃക്ഷത്തിലേക്ക് ആ കൃപ ചൊരിഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണം. നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഈശോയെ, മഹാകരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് ആ